ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓഷ്യൻ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇപ്പോൾ ഞാൻ പുതിയ ഒരു പൂവിട്ടതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഹോളി ഹുക്ക് എന്നാണ് പേര്. ഇതിൻ്റെ വിത്ത് ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പം അതിലെനിക്ക് ഒരൊറ്റ തൈ മാത്രമാണ് എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുള്ളായിരുന്നു. അപ്പം അതിൽ മുട്ടുണ്ടായി പൂവിരിഞ്ഞ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഞാനും വളരെ സന്തോഷത്തിലാണ്. കാരണം കേരളത്തിൽ എവിടെയും ഈ ഹോളി ഹുക്ക് ഇതുവരെ അങ്ങനെ വിരിഞ്ഞ് കണ്ടതായിട്ട് പറയുന്നില്ലായിരുന്നു ഇതുവരെ. പക്ഷെ വയനാട്ടിൽ ഒരു സ്ഥലത്ത് മാത്രം, ഒരു മേമിൻ്റെ വീട്ടിൽ മാത്രം ഇത് വിരിഞ്ഞു നിന്നിരുന്നു. അതിൻ്റെ ഇത് ഇട്ടിരുന്നു. അത് കണ്ടപ്പോഴാണ് എനിക്കിത് ഭയങ്കര ആഗ്രഹം തോന്നി. പിന്നീട് ഞാൻ അവരുടെ അടുത്ത് വിത്തുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ മുളപ്പിച്ചത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇത് അങ്ങനെയല്ല, ഇത് എനിക്കൊരു കോംബോ ഓഫറിൽ ഞാൻ 10-15 വിത്തുകൾ മേടിച്ചെന്ന് കിട്ടിയാണ്. പിന്നെ ഇതാ ലെജസ്ട്രോമിയ എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇതിൻ്റെ പിങ്ക് നിങ്ങൾ സർവ്വസാധാരണമായിട്ട് പലയിടത്തും പൂത്തടിഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാകും. മെയ് ഫ്ലവർ എന്ന് ഇതിന് പേരുണ്ട്. പിന്നെ ഇതിൻ്റെ പക്ഷെ റെഡും വൈറ്റും ഒക്കെ വളരെ അപൂർവമായിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന കണ്ടില്ല, എന്തൊരു മനോഹരമാണെന്നറിയോ. പഞ്ഞി പോലെയായിട്ട് അതിൻ്റെ പൂക്കൾ ഇതിനെക്കാട്ടും ബ്രൈറ്റായിട്ടാണ് കാണുന്നത്. എന്ത് ചെയ്താലും നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുക്കുമ്പോൾ കുറേയൊക്കെ മാറ്റം ഉണ്ടാവും. എന്നാലും എനിക്ക് തോന്നുന്ന ഒരു വിധമൊക്കെ ഇതിൻ്റെ ആ റെഡ് കളർ ഇങ്ങോട്ട് കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ വൈറ്റും അതേപോലെ ആയി വരുന്നേ ഉള്ളൂ. എനിക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല, വാങ്ങണം. പിങ്കാണ് സർവ്വസാധാരണമായിട്ട് പലയിടത്തും കണ്ടു വരുന്നുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാം, പല മതിലിൻ്റെ മുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത് മനോഹരമാണ് കേട്ടോ. പക്ഷെ റെഡ് കണ്ടില്ലേ, കൊലച്ച് നിൽക്കുന്നത് കണ്ടില്ലേ, എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. ഇത് കണ്ട് ആരായാലും വാങ്ങിച്ചു പോകും. ഒരു കുഞ്ഞു പൂമരം പോലെ അല്ലേ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. കാണുമ്പോൾ നമ്മളെ കണ്ണിനെയും മനസ്സിനെയും ഒക്കെ നമ്മൾ നട്ടു നനച്ചുണ്ടാക്കുന്നതല്ലേ. അതുപോലെ റെഡ് മാൻഡിവല്ലി കേട്ടോ, ഇതും റെയറാണ്. ഇതിനും വൈറ്റ് ഉണ്ട്, പക്ഷെ വൈറ്റ് വളരെ അപൂർവമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് ഒരു പ്രാവശ്യം ഞാൻ കണ്ടിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കത് വാങ്ങാൻ കഴിഞ്ഞില്ല. ഞാനത് വാങ്ങണം എന്ന് വിചാരിച്ചപ്പോഴേക്കും അത് മറ്റാരോ വാങ്ങിപ്പോയിട്ടോ. ഒരു സ്ഥലത്ത് ഞാൻ കണ്ടതായിരുന്നു. പിന്നെ ഇതാ ലെജസ്ട്രോമിയൻ്റെ മറ്റേൽ മുട്ടിട്ടതാണ് കേട്ടോ, ചെറിയ തൈകൾ. ഇതിന് അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ചെടിക്ക് ചെറിയ തൈയൊക്കെ ആണെങ്കിൽ 100 സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഇതിന് 250-300 കൊടുക്കണം. ഇതേമാതിരി മുട്ടൊക്കെ ഇട്ട് പൂവൊക്കെ ഇട്ട് വരുന്നതിന്. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. നല്ല രസമുണ്ട്. അതുപോലെ ഹോളി ഹുക്കും ഒരുപാട് കളറുകളുണ്ട്, തമ്പനയിൽ കാണിച്ചിരിക്കുന്ന പോലെ. പിന്നെ ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഏതാണ് നിങ്ങൾക്കറിയാലോ, നിറഞ്ഞ പൂത്ത് കണ്ടില്ലേ. ഹോളി ഹുക്ക് ഞാൻ ഇതിൽ റോസൊക്കെ ഉണ്ട്, പല കളർ. അമ്മയിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. വിത്ത് എല്ലാം മുളച്ചു 100%. അതും ഇനി മാറ്റി നടണം. റോസൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ.